ലോകം നൂറ്റാണ്ടുകളായി വിശ്വസിച്ചു പോരുന്ന ചില വലിയ കഥകളുണ്ട്. അതിലൊന്നാണ് പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള വിവാദങ്ങൾ. ദൈവമുണ്ടെന്ന് സ്ഥാപിക്കാൻ മനുഷ്യൻ ഒരുപാട് തിയറികൾ മെനഞ്ഞെടുത്തു. കോസ്മോളജിക്കൽ, ഓന്റോളജിക്കൽ, ടെലിയോളജിക്കൽ, പിന്നെ ഫൈൻ ട്യൂണിംഗ് മുതൽ കണ്ടിജൻസി വരെ. കേൾക്കുമ്പോൾ വലിയ ഗാംഭീര്യം തോന്നാം. പക്ഷേ ശാസ്ത്രത്തിൻ്റെ സൂക്ഷ്മതലങ്ങളിൽ ഈ തിയറികൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. തുടങ്ങുന്ന എല്ലാത്തിനും ഒരു കാരണമുണ്ട് എന്ന് മനുഷ്യൻ വിശ്വസിച്ചു. എന്നാൽ ക്വാണ്ടം ലോകത്ത് ശൂന്യതയിൽ നിന്നും യാതൊരു കാരണവുമില്ലാതെ കണങ്ങൾ ജനിക്കുന്നുണ്ട്. ഇനി സമയത്തിൻ്റെ കാര്യം. മഹാവിസ്ഫോടനത്തോടെയാണ് സമയം തന്നെ ഉണ്ടാകുന്നത്. സമയമില്ലാത്തൊരവസ്ഥയിൽ ഒന്നിനും ഒരു തുടക്കം കുറിക്കാൻ കഴിയില്ല. മുൻപ് പിൻപ് എന്നൊക്കെ പറയുന്നത് തന്നെ സമയത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇനി പ്രപഞ്ചത്തിന് അങ്ങനെ ഒരു ആദ്യ കാരണം ഉണ്ടെങ്കിൽ തന്നെ അതൊരു ഭൗതിക പ്രതിഭാസം മാത്രമാണ്. അവിടെ സിംഹാസനത്തിലിരിക്കുന്ന ഒരു ബുദ്ധിയുള്ള സൃഷ്ടാവിന് യാതൊരു സ്ഥാനവുമില്ല. ഇതാണ് സത്യം, ശാസ്ത്രത്തിൻ്റെ സത്യം. ദൈവത്തെ ന്യായീകരിക്കാൻ മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും വലിയ ഇരട്ടത്താപ്പാണ് എടുത്തത്. എല്ലാത്തിനും ഒരു സൃഷ്ടാവ് വേണം, എന്നാൽ ദൈവത്തിന് മാത്രം സൃഷ്ടാവ് വേണ്ടേ? സ്വന്തം വാദത്തെ രക്ഷിക്കാൻ മനുഷ്യൻ തന്നെ മാറ്റി എഴുതിയ നിയമം. ഇതിനെ സ്പേഷ്യൽ പ്ലേഡിംഗ് എന്ന് വിളിക്കാം. അതായത് അനന്തമായ കാരണങ്ങളുടെ പിന്നോട്ട് പോകൽ. പലതും മനുഷ്യൻ്റെ ചെറിയ ബുദ്ധിക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ അതുകൊണ്ട് മാത്രം അവിടെ ഒരു ദൈവം ജനിക്കുന്നുമില്ല. ഒരുപക്ഷെ ഈ പ്രപഞ്ചം യാതൊരു കാരണവുമില്ലാതെ എക്കാലത്തും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാകാം. അല്ലെങ്കിൽ അനന്തമായി വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു ഹൃദയമിടിപ്പ് പോലെയാകാം. അതുമല്ലെങ്കിൽ കോടിക്കണക്കിന് പ്രപഞ്ചങ്ങളുള്ള ഒരു മഹാശൃംഖലയിലെ ഒരൊറ്റ കണ്ണി മാത്രമാകാം. ഇതിനൊന്നും പുറത്തു നിന്നുള്ള ഒരു സൃഷ്ടാവിൻ്റെ ആവശ്യമേ ഇല്ല. ശൂന്യതയിൽ നിന്നും ഇത്രയും വലിയൊരു പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? ഈ ചോദ്യത്തിനു മുന്നിൽ പകച്ചു നിൽക്കുന്നവർക്കുള്ള ഉത്തരമാണ് സീറോ എനർജി യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിലെ മൊത്തം പോസിറ്റീവ് ഊർജവും ഗ്രാവിറ്റിയുടെ നെഗറ്റീവ് ഊർജവും തമ്മിൽ കൂട്ടിയാൽ ഉത്തരം 0ആണ്. അതായത് ഈ പ്രപഞ്ചമുണ്ടാകാൻ പുറത്തുനിന്ന് ആരുടെയും ഒരു തുള്ളി ഊർജം പോലും ആവശ്യം വന്നിട്ടില്ല എന്നർത്ഥം. ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല എന്ന ശാസ്ത്രസത്യം നിലനിൽക്കെ അത് എക്കാലത്തും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തനിക്ക് ഉത്തരം കിട്ടാത്ത വിടവുകളിലെല്ലാം മനുഷ്യൻ ദൈവത്തെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. എന്നാൽ ചിന്തിക്കുക, സങ്കീർണമായ ഈ പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ അതിനേക്കാൾ സങ്കീർണമായ ഒരു ദൈവത്തെ കൊണ്ടുവരുന്നത് ഒരു ഉത്തരമേയല്ല. പ്രപഞ്ചം തുടങ്ങിയതാകട്ടെ സങ്കീർണതയിൽ നിന്നുമല്ല, വളരെ ലളിതമായ ചില അടിസ്ഥാന കണങ്ങളിൽ നിന്ന് മാത്രമാണ്. പ്രപഞ്ചത്തിലുള്ളതെല്ലാം മറ്റൊന്നിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇതിനൊക്കെ അടിസ്ഥാനമായി ആരെയും ആശ്രയിക്കാത്ത അനിവാര്യമായ ഒരു ദൈവം വേണം. ഇത് കേൾക്കാൻ നല്ല രസമുള്ള ഒരു ഫിലോസഫിയാണ്. എന്നാൽ ദൈവത്തിന് പകരം ഈ പ്രപഞ്ചം തന്നെയാണ് ആ ആത്യന്തികമായ സത്യമെന്ന് ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റ്? പ്രകൃതിയിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് കാരണങ്ങളുണ്ടാകാം. എന്നാൽ പ്രപഞ്ചത്തിന് മൊത്തമായി അങ്ങനെ ഒരു കാരണം വേണമെന്ന് മനുഷ്യൻ വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല. ആശ്രയം, അനിവാര്യത എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ തലച്ചോറിലുണ്ടായ വെറും വാക്കുകൾ മാത്രമാണ്. ആ വാക്കുകൾ മാത്രം വെച്ച് അനന്തമായി ഈ പ്രപഞ്ചത്തെ അളക്കാൻ മനുഷ്യൻ ഒരിക്കലും കഴിയില്ല. മനുഷ്യൻ്റെ ഏറ്റവും വലിയ അഹങ്കാരം എന്താണെന്നറിയാമോ? ഈ പ്രപഞ്ചം എനിക്ക് ജീവിക്കാൻ വേണ്ടി കൃത്യമായി ഡിസൈൻ ചെയ്തതാണ് എന്ന ചിന്തയാണ്. എന്നാൽ അതൊരിക്കലും സത്യമല്ല. ഒന്നുകൂടി പറഞ്ഞാൽ, പ്രപഞ്ചം നമുക്ക് ജീവിക്കാൻ അനുയോജ്യമായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരുന്ന് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അല്ലാത്ത പ്രപഞ്ചങ്ങളിൽ ഇത് ചോദിക്കാൻ ആരും ഉണ്ടാകില്ല. ഇതിനെ ആന്ത്രോപിക് പ്രിൻസിപ്പിൾ എന്ന് വിളിക്കാം. പ്രപഞ്ചത്തിൻ്റെ 99.9% സ്ഥലത്തും മനുഷ്യന് ഒരു സെക്കൻഡ് പോലും ജീവനോടെ ഇരിക്കാൻ കഴിയില്ല. ശൂന്യതയും കൊടും തണുപ്പും റേഡിയേഷനും നിറഞ്ഞ ഈ ഇടങ്ങൾ മനുഷ്യന് വേണ്ടി ഡിസൈൻ ചെയ്തതാണെന്ന് പറയുന്നതിനും വലിയ വിഡ്ഢിത്തരമില്ല. വഴിയിലെ ഒരു ചെറിയ കുഴിയിൽ വീണ വെള്ളം ആ കുഴി തനിക്ക് വേണ്ടി ആരോ കൃത്യമായി ഡിസൈൻ ചെയ്തതാണെന്ന് ചിന്തിക്കുന്നത് പോലെ അസംബന്ധമാണിത്. അവിടെ ജീവൻ്റെ സങ്കീർണതയെക്കുറിച്ചുള്ള വാച്ച് മേക്കർ അനോളജിയും പൂർണ്ണമായും പരാജയപ്പെടുന്നു. ഇനി പ്രകൃതിയാകട്ടെ, അതൊരു അനന്തമായ ഡിസൈനറാണ്. നാച്ചുറൽ സെലക്ഷൻ അഥവാ പ്രകൃതി നിർദ്ധാരണം എന്ന പ്രക്രിയയ്ക്ക് യാതൊരു ലക്ഷ്യങ്ങളുമില്ല. എന്നിട്ടും അത് അങ്ങേയറ്റം സങ്കീർണതകൾ ഉണ്ടാക്കുന്നു. പ്രപഞ്ചത്തിലെ ഭൗതിക നിയമങ്ങൾ പരിശോധിച്ചാൽ അത് ജീവനേക്കാൾ കൂടുതൽ അനുകൂലിക്കുന്നത് ജീവൻ നശിപ്പിക്കുന്ന തമോഗർത്തങ്ങൾ അഥവാ ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാകാനാണ്. കോടിക്കണക്കിന് ഗ്രഹങ്ങളും ഗാലക്സികളുമുള്ള ഈ മഹാപ്രപഞ്ചത്തിൽ ഭൂമി എന്നൊരു ചെറിയ പൊടിയിൽ ജീവനുണ്ടായത് വെറുമൊരു ഗണിതശാസ്ത്രപരമായ യാദൃശ്ചികത മാത്രമാണ്.
ഡിസൈനറെ ഡിസൈൻ ചെയ്തത് ആര് എന്ന ചോദ്യം ബാക്കി നിൽക്കെ. ഭൂമിയിൽ അതുവരെ ഉണ്ടായതിൽ 99% ജീവിവർഗങ്ങളും വംശനാശം സംഭവിച്ചു കഴിഞ്ഞു. മണ്ണടിഞ്ഞുപോയ ആ കോടിക്കണക്കിന് ജീവികളെ നോക്കി പറയുക, ഇതൊരു മികച്ച ഡിസൈനറുടെ മാസ്റ്റർ പീസാണോ? തികവാർന്ന സൃഷ്ടി. മനുഷ്യൻ്റെ മറ്റൊരു തെറ്റിദ്ധാരണ. നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് തന്നെ നോക്കുക. 4 കാലിൽ നടന്നിരുന്ന ജീവികളിൽ നിന്നും പരിണമിച്ചതുകൊണ്ട് മനുഷ്യൻ്റെ നട്ടെല്ലിന് ഇത്രയും പ്രശ്നങ്ങളും വേദനകളുമുണ്ട്. ജിറാഫിൻ്റെ കഴുത്തിലെ ചുറ്റി വളഞ്ഞ ഞരമ്പും മനുഷ്യൻ്റെ കണ്ണിലെ കാഴ്ചയില്ലാത്ത ബ്ലൈൻഡ് സ്പോട്ടും യാതൊരു ഉപയോഗവുമില്ലാത്ത അപ്പൻഡിക്സും ഒരു ബുദ്ധിയുള്ള സൃഷ്ടാവില്ല എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവുകളാണ്. ഇനിയൊരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ തന്നെ ജനിച്ചു വീഴുന്ന കുട്ടികളെ കാർന്നു തിന്നുന്ന ക്യാൻസറുകളും മഹാമാരികൾ വിതയ്ക്കുന്ന വൈറസുകളും ഡിസൈൻ ചെയ്ത ആ സൃഷ്ടാവിനെ നമ്മൾ എന്തു വിളിക്കണം? നമ്മുടെ ഉള്ളിലെ രഹസ്യങ്ങളുടെ ചുരുളരിക്കുന്നതാണ് DNA. എന്നാൽ നമ്മുടെ DNA വലിയൊരു ഭാഗവും യാതൊരു ഉപയോഗവുമില്ലാത്ത വെറും ജങ്ക് കോഡുകളാണ്. അത് പരിണാമത്തിൻ്റെ ബാക്കിപത്രം മാത്രമാണ്. പിന്നെ ലോകം ഭരിക്കുന്നത് മനുഷ്യരാണെന്നതാണ് മറ്റൊരഹങ്കാരം. ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ മനുഷ്യനല്ല, അത് കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികളാണ്. ജീവികൾ പരസ്പരം കൊന്നു തിന്നുന്ന, ചോര വീഴുന്ന ഈ പ്രകൃതിയിലെ ക്രൂരതകൾ തികഞ്ഞ ഡിസൈനർ എന്ന വാദത്തെ വേരോടെ പിഴുതെറിയുന്നു. മനുഷ്യൻ മറ്റു മൃഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നതും നമ്മൾ പരിണമിച്ചു വന്നതാണെന്നും മായ്ക്കാൻ കഴിയാത്ത ശാസ്ത്ര സത്യങ്ങളാണ്. ഇനി വാക്കുകൾ കൊണ്ടുള്ള ഒരു ഇന്ദ്രജാലമുണ്ട്. അതാണ് ഓന്റോളജിക്കൽ വാദം. മനസ്സിൽ സങ്കല്പിക്കാവുന്ന ഏറ്റവും മഹത്തായ അസ്തിത്വം യാഥാർത്ഥ്യത്തിലും ഉണ്ടാകണം. കേൾക്കാൻ എന്ത് മനോഹരമായ വാചകം! എന്നാൽ നിലനിൽപ്പെന്നത് ഒരു വസ്തുവിനെ നിർവചിക്കുന്ന ഗുണമല്ല. മനസ്സിൽ സങ്കല്പിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച, ഏറ്റവും ഭംഗിയുള്ള ഒരു ദ്വീപ് യാഥാർത്ഥ്യത്തിൽ ഉണ്ടാകണമെന്ന് വാദിക്കുന്നത് പോലെയുള്ള ഒരു തമാശ മാത്രമാണിത്. വ്യാകരണം വെച്ച് ഒരു കാര്യത്തിന് നിർവചനം കൊടുക്കേണ്ടത് കൊണ്ട് മാത്രം അത് പ്രപഞ്ചത്തിൽ സത്യമാകില്ല. മഹത്വം എന്നത് ഓരോരുത്തർക്കും തോന്നുന്ന വെറുമൊരു സബ്ജക്റ്റീവായ വികാരം മാത്രമാണ്. സാധ്യമായ എല്ലാ ലോകങ്ങളിലും ദൈവമുണ്ട് എന്ന് ചിലർ വാദിക്കുന്നു. എന്നാൽ ദൈവമില്ലാത്ത ഒരു ലോകം സങ്കല്പിക്കാൻ കഴിഞ്ഞാൽ തന്നെ ആ വാദം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും. എവിടെ നിന്നാണ് ഈ ദൈവങ്ങൾ ഉണ്ടായത്? ആകാശത്ത് ഇടിമിന്നൽ കണ്ടപ്പോൾ, പ്രകൃതിക്ഷോഭങ്ങൾ കണ്ടപ്പോൾ അറിയാത്തതിനെ ഭയന്ന മനുഷ്യന്റെ മനസ്സിൽ നിന്നാണ് ദൈവങ്ങൾ ജനിച്ചത്. മനുഷ്യൻ തൻ്റെ സ്വന്തം രൂപത്തിലും ഭാവത്തിലുമാണ് അവയ്ക്ക് ജീവൻ നൽകിയത്. അല്ലാതെ ദൈവങ്ങൾ മനുഷ്യനെ ഉണ്ടാക്കിയതല്ല. തെളിവുകളില്ലാതെ അന്ധമായി വിശ്വസിക്കുന്നത്, ഒരു പുണ്യമായി കണക്കാക്കുന്നത് സ്വന്തം യുക്തിയെയും ചിന്താശേഷിയെയും കൊലപ്പെടുത്തുന്നതിന് തുല്യമാണ്. ലോകത്തിൽ മാറ്റമില്ലാത്ത കേവലമായ ഒരു ധാർമ്മികത കണ്ടോ? ശരിയും തെറ്റും തീരുമാനിക്കുന്നത് ആകാശത്തിലിരിക്കുന്ന ഒരു അദൃശ്യ ശക്തിയാണോ? അല്ല. ജീവിവർഗങ്ങളുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ പരസ്പര സഹകരണത്തിനായി മൃഗങ്ങളിൽ നിന്നും മനുഷ്യനിലേക്ക് പരിണമിച്ചെന്നതാണ് നാം ഇന്നീ കാണുന്ന ധാർമ്മികത. അവിടെ പ്ലേറ്റോ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ചരിത്രത്തെ പിടിച്ചു കുലുക്കിയ യൂത്തിഫ്രോ ഡിലിമ. ദൈവം പറയുന്നത് കൊണ്ടാണോ ഒരു കാര്യം ശരിയാകുന്നത്? അതോ ശരിയായ കാര്യം ദൈവം പറയുന്നതാണോ? ദൈവം പറയുന്നതാണ് ശരിയെങ്കിൽ നാളെ ദൈവം കൊലപാതകം ചെയ്യാൻ പറഞ്ഞാൽ അത് ശരിയാകുമോ? അങ്ങനെ വന്നാൽ ആ ദൈവം ഒരു കാരുണ്യവാനല്ല, തികഞ്ഞൊരു സ്വേച്ഛാധിപതിയാണ്. അവിടെ ധാർമ്മികത എന്നത് വെറുമൊരു ആജ്ഞ മാത്രമായി ചുരുങ്ങുന്നു. ഇനി ഈ ശരിയായ ദൈവം വെറുതെ പറയുക മാത്രമാണെങ്കിലോ? അപ്പോൾ ധാർമ്മികത ദൈവത്തിന് മുകളിലാണ്. അവിടെ ധാർമ്മികതയെ നിർവചിക്കാൻ ദൈവത്തിന് യാതൊരു റോളുമില്ല. പുണ്യഗ്രന്ഥങ്ങൾ എന്ന് നാം കൊട്ടിഘോഷിക്കുന്ന താളുകളിലേക്ക് ഒന്ന് കണ്ണോടിക്കുക. അടിമത്തത്തെയും വംശഹത്യയെയും സ്ത്രീവിരുദ്ധതയെയും ന്യായീകരിക്കുന്ന ആ വരികൾ ഒരിക്കലും മനുഷ്യന് ധാർമ്മികതയുടെ വഴികാട്ടിയല്ല. ദൈവമില്ലാതെ തന്നെ മനുഷ്യൻ്റെയും സഹജീവികളുടെയും ക്ഷേമത്തിൽ അധിഷ്ഠിതമായ ഒരു സെക്യുലർ ഹ്യൂമനിസം നമുക്കിവിടെ കെട്ടിപ്പടുക്കാം. മനുഷ്യൻ്റെ തലച്ചോറിലെ ഒരു ചെറിയ രാസമാറ്റം അവനെ ഒരു കൊടും ക്രൂരനായ സൈക്കോപാത്തായി മാറ്റുന്നുണ്ടെങ്കിൽ ധാർമ്മികത എന്നത് പൂർണ്ണമായും ഭൗതികമാണെന്ന് ശാസ്ത്രം തെളിയിക്കുന്നു. മനുഷ്യൻ പരസ്പരം സഹായിക്കുന്നത് ദൈവത്തെ ഭയന്നിട്ടല്ല. സഹകരണത്തിലൂടെ എല്ലാവർക്കും ഗുണമുണ്ടാകുമെന്ന് ഗെയിം തിയറിയിലെ ഗണിതശാസ്ത്രം അടിവരയിട്ട് പറയുന്നുണ്ട്. സ്വർഗം മോഹിച്ച് നിങ്ങൾ ചെയ്യുന്ന നന്മ, നരകത്തെ ഭയന്ന് നിങ്ങൾ ചെയ്യുന്ന പുണ്യം, അതിലൊരിക്കലും യഥാർത്ഥ ധാർമ്മികതയില്ല. അതൊരു കച്ചവടമാണ്. നഷ്ടം വരാതിരിക്കാൻ മനുഷ്യൻ ചെയ്യുന്ന തികഞ്ഞ സ്വാർത്ഥത. ദൈവമുണ്ടെന്ന് വിശ്വസിക്കാത്ത കോടിക്കണക്കിന് മനുഷ്യർ ഒരു പ്രതിഫലവും സ്വർഗവും ആഗ്രഹിക്കാതെ ഈ ഭൂമിയിൽ തികഞ്ഞ ധാർമ്മികതയോടെ ജീവിക്കുന്നുണ്ട്. എന്നാൽ ലോകത്തിലെ കൊടും കുറ്റവാളികൾ നിറഞ്ഞ ജയിലറകൾക്കുള്ളിൽ കിടക്കുന്നത് ഭൂരിഭാഗവും ദിവസവും പ്രാർത്ഥിക്കുന്നവരുമാണ്. ധാർമ്മികത എന്നത് ദൈവത്തിൻ്റെ ദാനമല്ല,
മറിച്ച് വ്യക്തികൾ സാമൂഹികമായി ഉണ്ടാക്കുന്ന അലിഖിതമായ ഒരു കരാറാണ്. ഇന്നലകളിലെ ശരികൾ ഇന്നത്തെ തെറ്റുകളായി മാറുന്നത് അതുകൊണ്ടാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ ആഘോഷിച്ച അടിമത്തം ഇന്ന് ലോകം വലിച്ചെറിഞ്ഞത് ധാർമ്മികത പരിണമിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. സർവശക്തനായ ദൈവം, ഈ വാക്കിനുള്ളിൽ തന്നെ വലിയൊരു വൈരുദ്ധ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ദൈവത്തിന് തനിക്ക് തന്നെ ഉയർത്താൻ കഴിയാത്തത്ര വലിയൊരു കല്ലുണ്ടാക്കാൻ കഴിയുമോ? കഴിഞ്ഞാലും ഇല്ലെങ്കിലും അവിടെ ദൈവത്തിൻ്റെ സർവശക്തി അവസാനിക്കുന്നു. ഇത് ചെറിയൊരു ചോദ്യമല്ല, ദൈവമെന്ന സങ്കല്പത്തിൻ്റെ അടിത്തറ തോണ്ടുന്ന പാരഡോക്സ് ആണ്. ദൈവത്തിന് നിങ്ങളുടെ ഭാവി മുഴുവൻ മുൻകൂട്ടി അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്? നാളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നത് തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെറുമൊരു റോബോട്ട് മാത്രമാണ്. തെറ്റ് ചെയ്തവനെ അനന്തമായ കാലം നരകത്തിലിട്ടിരിക്കുന്ന ദൈവം ഒരിക്കലും കാരുണ്യവാനല്ല. സമയത്തിന് അതീതനാണ് ദൈവമെങ്കിൽ സമയബന്ധിതമായ ഈ പ്രപഞ്ചത്തിൽ യാതൊരു മാറ്റവും വരുത്താനോ പ്രവൃത്തി ചെയ്യാനോ ആ ശക്തിക്ക് കഴിയില്ല. അവിടെ ദൈവം വെറുമൊരു കാഴ്ചക്കാരൻ മാത്രമാകുന്നു. ദൈവം മാറാത്തവനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങളുടെ സംഘടനകളും പ്രാർത്ഥനകളും കേട്ട് മനസ്സ് മാറുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് എങ്ങനെ സങ്കല്പിക്കാൻ സാധിക്കും? മാറാത്തവന് എങ്ങനെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിയുക? ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്താതെ ഒളിച്ചു നിൽക്കുകയാണ്. ആത്മാർത്ഥമായി സത്യം അന്വേഷിച്ചിട്ടും ആ വെളിച്ചം കാണാതെ മരിച്ചുപോയ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അതിന് ആർക്കാണ് ഉത്തരവാദിത്വം? എങ്ങും നിറഞ്ഞു നിൽക്കുന്നവൻ എന്ന് ദൈവത്തെ വിളിക്കുമ്പോൾ അതൊരു ഭൗതികമായ ഇടമല്ലേ എന്ന് ശാസ്ത്രം ചോദിച്ചു. ശരീരമില്ലാത്ത മനസ്സ്, തലച്ചോറില്ലാത്ത ബോധം, ഇതൊക്കെ ഭൗതികശാസ്ത്രത്തിനും നാഡീശാസ്ത്രത്തിനും മുന്നിൽ വെറും അസംബന്ധമായ കെട്ടുകഥകൾ മാത്രമാണ്. കോപം, അസൂയ, പക, ഈ വികാരങ്ങളൊക്കെ കാട്ടിലെ മൃഗങ്ങളിൽ നിന്നും മനുഷ്യനിലേക്ക് പരിണമിച്ചു വന്നതാണ്. ഒരു മഹാപ്രപഞ്ചത്തെ ഉണ്ടാക്കിയ അതിബുദ്ധിക്ക് എങ്ങനെയാണ് ഗുഹയിൽ ജീവിച്ച മനുഷ്യൻ്റെ മൃഗീയ വികാരങ്ങൾ ഉണ്ടാകുന്നത്? എന്തിനും പോന്ന പൂർണ്ണനായ സൃഷ്ടാവിന് എന്തിനാണ് മനുഷ്യൻ്റെ പ്രാർത്ഥനകളും ആരാധനകളും? പഴയ നിയമത്തിലെ രക്തദാഹിയായ ക്രൂരനായ ദൈവവും പുതിയ നിയമത്തിലെ സ്നേഹം നിറഞ്ഞ ദൈവവും തമ്മിലുള്ള വൈരുദ്ധ്യം തിയോളജിയുടെ പരാജയമാണ്. ഒരു പരീക്ഷ എഴുതുന്നതിന് മുമ്പേ മാർക്കറിയാവുന്ന ഒരു അധ്യാപകൻ എന്തിനാണ് ആ പരീക്ഷ നടത്തുന്നത്? അതുപോലെയാണ് എല്ലാം അറിയാവുന്ന ദൈവത്തിൻ്റെ മനുഷ്യന് മേലുള്ള പരീക്ഷണങ്ങളും. തൃത്വം പോലെ ഒരേ സമയം ഒന്നാവുകയും മൂന്നാവുകയും ചെയ്യുന്ന ആശയങ്ങൾ ഗണിതശാസ്ത്രത്തിലും യുക്തിക്കും മുന്നിൽ വെറും വട്ടപൂജ്യമാണ്. ദൈവത്തെ രക്ഷിക്കാൻ തിയോളജിയന്മാർ കൊണ്ടുവരുന്ന ഒരു വലിയ വാദമുണ്ട്, ഡിവൈൻ സിംപ്ലിസിറ്റി. ദൈവത്തിന് ഭാഗങ്ങളില്ല, ദൈവത്തിൻ്റെ സ്വഭാവവും ഇച്ഛയും ഒന്നു തന്നെയാണ് എന്ന് അവർ വാദിക്കുന്നു. എന്നാൽ ഇവിടെ അവർ സ്വയം ഒരു കുഴി തോണ്ടുകയാണ്. ദൈവത്തിൻ്റെ ഇച്ഛ മാറ്റമില്ലാത്തതും അനിവാര്യവുമാണെങ്കിൽ അതിൽ നിന്നുണ്ടായ ഈ പ്രപഞ്ചവും മാറ്റമില്ലാത്തതും അനിവാര്യവുമാണ്. പ്രപഞ്ചത്തിലുള്ളതെല്ലാം മറ്റൊന്നിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് എന്ന തിയോളജിയന്മാരുടെ ഈ അടിസ്ഥാനവാദം ഇതോടെ തകർന്നടിയുന്നു. ഫിലോസഫിയിൽ ഇതിനെ മോഡൽ കൊളാപ്സ് എന്ന് വിളിക്കും. ദൈവശാസ്ത്രത്തിൻ്റെ അടിത്തറയിളക്കുന്ന ഏറ്റവും വലിയ ഭൂകമ്പമാണത്. മോഡൽ കൊളാപ്സ് സംഭവിക്കുമ്പോൾ സർവശക്തനായ ദൈവം വെറുമൊരു നിസ്സഹായനാകുന്നു. ഈ പ്രപഞ്ചം സ്വതന്ത്രമായി ഉണ്ടാക്കിയതല്ലെന്നും ഉണ്ടാക്കാതിരിക്കാൻ ദൈവത്തിന് കഴിയില്ലായിരുന്നുവെന്നും വരുന്നു. ആക്ടസ് ക്ലോറസ് അഥവാ യാതൊരു മാറ്റങ്ങളും സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് ദൈവമെങ്കിൽ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചവുമായി സമ്പർക്കം പുലർത്താൻ ആ ശക്തിക്ക് കഴിയും. ഇതോടെ പ്രാർത്ഥന കേൾക്കുന്ന, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന, ഇടപെടുന്ന ദൈവമെന്ന സങ്കല്പം വെറുമൊരു നിശ്ചല പ്രക്രിയയായി ചുരുങ്ങുന്നു. തോമസ് അക്വിനാസ് മുതൽ ഇന്നുവരെയുള്ള വിശ്വാസികളുടെ വാദങ്ങൾ അവിടെ പൂർണ്ണമായും പരാജയപ്പെടുന്നു. വെളിപാടുകൾ, പ്രവചനങ്ങൾ, ദൈവിക ദർശനങ്ങൾ, പുണ്യവാളന്മാർ കണ്ടുവെന്ന് പറയുന്ന ഈ അത്ഭുതങ്ങൾക്ക് പിന്നിൽ തലച്ചോറിൻ്റെ പേരും രാസമാറ്റങ്ങളാണുമില്ലേ. ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്ന അപസ്മാരകത്തിൻ്റെ വകഭേദങ്ങളും ഹാലൂസിനേഷനുമാണ് ഈ സ്വർഗദർശനങ്ങൾക്ക് കാരണം. ഓരോരുത്തർക്കും അവരവരുടേതായ മതത്തിലെ ദൈവങ്ങളെ വെളിപ്പെടുത്തുന്നത് ആ ദൈവങ്ങൾ സത്യമായതുകൊണ്ടല്ല, മറിച്ച് അവരുടെ തലച്ചോറിലെ മുൻവിധികളുടെ ഫലമാണ്. പ്രകൃതി നിയമങ്ങൾ തെറ്റുന്നതിനേക്കാൾ വലിയ സാധ്യത ആ അത്ഭുതം പറയുന്നയാൾ കള്ളം പറയുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്യാനാണ്. ലോകത്ത് എല്ലാവരുടെയും പോക്കറ്റുകളിൽ ക്യാമറ വന്നതോടെ അത്ഭുതങ്ങൾ പൂർണ്ണമായും ഇല്ലാതായത് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കണ്ണു കാണാത്തവൻ കാണുന്നു, ചെവി കേൾക്കാത്തവൻ കേൾക്കുന്നു. അത്ഭുത രോഗശാന്തികളുടെ വേദികളിൽ മുഴങ്ങുന്ന സ്ഥിരം പല്ലവികളാണിവ. എന്നാൽ മുറിച്ചു മാറ്റപ്പെട്ട കയ്യോ കാലോ അവിടെ വെച്ച് വളർത്താനായി ഇതുവരെ ആരും ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല. പ്രാർത്ഥനയ്ക്ക് യാതൊരു ഫലവുമില്ല എന്ന് മെഡിക്കൽ പഠനങ്ങൾ അടിവരയിട്ട് പറയുന്നുമുണ്ട്. എന്നാൽ കാര്യങ്ങൾ മാത്രം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടും മരിച്ചുപോയവയെ സൗകര്യപൂർവ്വം മടക്കുന്ന കൺഫർമേഷൻ ബയാസ് മാത്രമാണിത്.
രാത്രികളിൽ നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന അദൃശ്യരൂപങ്ങൾ നിങ്ങളുടെ വിശ്വാസവുമല്ല, വെറും സ്ലീപ്പ് പാരാലിസിസ് എന്ന ഉറക്ക സംബന്ധമായ അവസ്ഥയാണ്. മരിക്കാറാകുമ്പോൾ കാണുന്ന പ്രകാശവും തുരങ്കവും തലച്ചോറിലെ ഓക്സിജൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രാസപ്രവർത്തനം മാത്രവുമാണ്. അവിടെ അത്ഭുതങ്ങളൊന്നുമില്ല, ശാസ്ത്രവും മനുഷ്യൻ്റെ ജീവശാസ്ത്രവും മാത്രം. മനുഷ്യൻ്റെ ബോധം, ജീവനില്ലാത്തവയിൽ നിന്ന് അതുണ്ടായത് ഒരു അത്ഭുതമാണെന്ന് മനുഷ്യൻ വിശ്വസിച്ചു. എന്നാൽ സത്യം അതല്ല. കോടിക്കണക്കിന് ന്യൂറോണുകൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു മാന്ത്രിക യന്ത്രമാണ് നമ്മുടെ തലച്ചോർ. അതിൻ്റെ പ്രവർത്തന ഫലം മാത്രമാണ് നമ്മൾ ഈ പറയുന്ന ബോധം. തലച്ചോറിന് ഒരു ചെറിയ ക്ഷതമേറ്റാൽ നിങ്ങളുടെ ഓർമ്മ മാറും, സ്വഭാവം മാറും. ഒരു തുള്ളി അനസ്തേഷ്യ മരുന്ന് ശരീരത്തിൽ ചെന്നാൽ നിങ്ങളുടെ ബോധം കെടുത്താൻ കഴിയും. പിന്നെ എവിടെയാണ് ശരീരത്തിന് പുറത്തുള്ള ആത്മാവ്? ശരീരവും ആത്മാവും രണ്ടാണെന്ന വാദം ഊർജ്ജ സംരക്ഷണ നിയമമെന്ന ഭൗതികശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തെ തന്നെ നഗ്നമായി ലംഘിക്കുന്നവയാണ്. ബോധം തികച്ചും ഭൗതികമാണ്. മനുഷ്യന് മാത്രമേ ബോധമുള്ളൂ എന്നതും നിങ്ങളുടെ അഹങ്കാരം മാത്രമാണ്. കണ്ണാടി നോക്കി സ്വയം തിരിച്ചറിയാൻ കഴിയുന്ന ചിമ്പാൻസികൾക്കും കാക്കകൾക്കും വരെ ഉയർന്ന തലത്തിലുള്ള ബോധമുണ്ട്. ഇന്ന് നിർമ്മിത ബുദ്ധി അതിവേഗം വളരുമ്പോൾ ബോധത്തിൻ്റെ ആ ഭൗതിക അടിസ്ഥാനം കൂടുതൽ വ്യക്തമാവുകയാണ്. മരിക്കുമ്പോൾ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നുവെന്നോ അതിന് 21 ഗ്രാം ഭാരമുണ്ടെന്നോ ശാസ്ത്രം ഇന്നുവരെ തെളിയിച്ചിട്ടില്ല. മരണമെന്ന മഹാസത്യത്തെ നേരിടാനുള്ള മനുഷ്യൻ്റെ ഭയമാണ് സ്വർഗവും നരകവുമൊക്കെ ഉണ്ടാക്കിയത്. ഒരിക്കലും അവസാനിക്കാത്ത അനന്തമായ ഒരു ബോറടി സമ്മാനിക്കുന്ന സ്വർഗം മനുഷ്യൻ കണ്ടെത്തിയ വെറുമൊരു കംഫർട്ട് മാത്രമാണ്. തിന്മയുടെ പ്രശ്നം, ദൈവമെന്ന സങ്കല്പത്തെ തന്നെ പിടിച്ചുകുലുക്കിയ ഇപ്പിക്യൂറിയൻ പാരഡോക്സ് ഇവിടെയാണ് തുടങ്ങുന്നത്. ലോകത്തിലെ തിന്മകൾ ഇല്ലാതാക്കാൻ ദൈവത്തിന് കഴിവുണ്ട്, എന്നാൽ താല്പര്യമില്ലേ? എങ്കിൽ അവനൊരു ക്രൂരനാണ്. അവന് താല്പര്യമുണ്ട്, എന്നാൽ കഴിവില്ലേ? എങ്കിൽ അവനൊരു സർവശക്തനുമല്ല. തിന്മകൾക്ക് കാരണം മനുഷ്യൻ്റെ സ്വതന്ത്രമായ ഇച്ഛയാണ് എന്ന് ന്യായീകരിക്കാം. എന്നാൽ മനുഷ്യൻ്റെ യാതൊരു നിയന്ത്രണവുമില്ലാത്ത സുനാമികൾക്കും ഭൂകമ്പങ്ങൾക്കും ആരെയാണ് പഴിചാരുക? കരുണവാനായ ഒരു ദൈവത്തിന് ഈ പ്രകൃതി ദുരന്തങ്ങൾക്ക് യാതൊരു ന്യായീകരണവും നൽകാൻ സാധിക്കില്ല. മനുഷ്യൻ ജനിക്കുന്നതിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന മൃഗങ്ങൾക്ക് അസുഖം വന്നും പട്ടിണി കിടന്നും ചാവേണ്ടി വന്നിട്ടുണ്ട്. അതിന് മനുഷ്യൻ്റെ പാപത്തിന് എന്ത് പങ്കാണുള്ളത്? ജനിച്ചു വീണ് ദിവസങ്ങൾ മാത്രമുള്ള ചോരക്കുഞ്ഞുങ്ങളെ ക്യാൻസർ കാർന്നു തിന്നുമ്പോൾ അവിടെ എന്ത് ദൈവിക നീതിയാണുള്ളത്? എല്ലാം അറിയുന്ന ദൈവം മനുഷ്യന് കഷ്ടപ്പാടുകൾ നൽകി പരീക്ഷിക്കുകയാണെന്ന് പറയുന്നത് തികഞ്ഞ സാഡിസവുമാണ്. ഇനി സ്വർഗത്തിൽ തിന്മയില്ലെങ്കിൽ അവിടെ സ്വതന്ത്രമായ ഇച്ഛയില്ല എന്ന് വരും. അഥവാ ഒരു ഫ്രീ വിൽ ഉണ്ടായിട്ടും തിന്മയില്ലെങ്കിൽ ദൈവത്തിന് ഈ ഭൂമിയിലും അങ്ങനെ ചെയ്യാമായിരുന്നു. നഷ്ടം വരാതിരിക്കാൻ വേണ്ടി മാത്രം ദൈവത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. പാസ്കലിൻ്റെ പന്തയമെന്ന് വിളിക്കുന്ന ഇതൊരു കച്ചവട ബുദ്ധിയാണ്. നരകത്തെ ഭയന്ന് ഒരാൾക്ക് വേണമെങ്കിൽ അഭിനയിക്കാം, അല്ലാതെ സ്വിച്ചിട്ടതുപോലെ വിശ്വാസം കൊണ്ടുവരാൻ കഴിയില്ല. ആയിരക്കണക്കിന് ദൈവങ്ങളുള്ള ഈ ലോകത്ത് നിങ്ങൾ തെറ്റായ ദൈവത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിലോ, ഒരുപക്ഷെ യഥാർത്ഥ ദൈവം നിങ്ങളെ കൂടുതൽ കഠിനമായി ശിക്ഷിച്ചാലോ? അതുകൊണ്ട് സ്വർഗം മോഹിക്കാതെ, നരകത്തെ ഭയക്കാതെ, നീതിമാനായ ഒരു ദൈവമുണ്ടെങ്കിൽ അവൻ സ്വയം നന്മ ചെയ്യുന്നവരെ തിരിച്ചറിയുമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന നാസ്തികൻ്റെ പന്തയമാണ് ഏറ്റവും മികച്ചത്. ദൈവമുണ്ടെന്ന് കരുതി കാത്തിരിപ്പുണ്ട് മനുഷ്യർ. ആ കാത്തിരിപ്പിൽ നഷ്ടപ്പെടുന്നത് അവൻ്റെ വിലപ്പെട്ട സമയവും ഊർജവുമാണ്. പലപ്പോഴും അത് കൊണ്ടുചെന്നെത്തിക്കുന്നത് യുക്തിരഹിതമായ തീവ്രവാദങ്ങളിലേക്കും വിദ്വേഷങ്ങളിലേക്കുമാണ്. ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നു എന്നത് ഒരിക്കലും ഒരു കാര്യം സത്യമാണെന്നതിൻ്റെ തെളിവാകില്ല. ഒരാൾ ഏതു ദൈവത്തിൽ വിശ്വസിക്കണമെന്ന് തീരുമാനിക്കുന്നത് സത്യമല്ല, മറിച്ച് അവൻ ജനിച്ചു വീഴുന്ന സ്ഥലവും കുടുംബവും മാത്രമാണ്. ശാസ്ത്രം വളരുകയാണ്. അത് വളരുംതോറും മനുഷ്യൻ ദൈവത്തെ ഒളിപ്പിച്ചു വെച്ചിരുന്ന വിടവുകൾ ഓരോന്നോരോന്നായി അടയുന്നു. ദൈവം ഉണ്ടെന്ന് വാദിക്കുന്നവരാണ് തെളിവുകൾ നൽകേണ്ടത്, അല്ലാതെ നാസ്തികർ ദൈവമില്ല എന്ന് തെളിയിക്കേണ്ട കാര്യമില്ല. ചൊവ്വയ്ക്കും ഭൂമിക്കും ഇടയിൽ കാണാൻ കഴിയാത്ത ഒരു ചായക്കപ്പുണ്ടെന്ന് ഒരാൾ വാദിച്ചാൽ അത് ഇല്ല എന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ല. അസാധാരണമായ വാദങ്ങൾക്ക് അസാധാരണമായ തെളിവുകൾ തന്നെ വേണം. മതഗ്രന്ഥങ്ങളിലെ കഥകൾക്കൊന്നും സത്യത്തിൻ്റെ തെളിവുകളില്ല. ഉദാഹരണത്തിന് സ്പൈഡർമാൻ കോമിക്സ് പുസ്തകങ്ങളിൽ ന്യൂയോർക്ക് നഗരം ഉള്ളതുകൊണ്ട് സ്പൈഡർമാൻ യാഥാർത്ഥ്യമാകില്ല. അതുകൊണ്ട് തെളിവുകളില്ലാത്ത കാര്യങ്ങളെ തള്ളിക്കളയുക എന്നത് മാത്രമാണ് നാസ്തികത. അതൊരു മതമല്ല. ദൈവമുണ്ടെന്ന് മതഗ്രന്ഥം പറയുന്നു, ആ മതഗ്രന്ഥം സത്യമാണെന്ന് ദൈവം പറയുന്നു. ഇതൊരു സർക്കുലർ റീസണിങ് മാത്രമാണ്, തികഞ്ഞ അസംബന്ധം. തനിക്ക് ഉത്തരം കിട്ടാൻ കഴിയാത്തത് കൊണ്ട് അതിനു പിന്നിൽ ദൈവമാണെന്ന അജ്ഞതയിൽ നിന്നുള്ള വാദങ്ങളും യുക്തിയല്ല.
പ്രാർത്ഥിച്ചതിന് ശേഷം അസുഖം മാറിയതുകൊണ്ട് പ്രാർത്ഥനയാണ് അസുഖം മാറ്റിയെന്ന വാദവും പൊള്ളയാണ്. അനുകൂലമായ അത്ഭുതങ്ങളെ മാത്രം ഉയർത്തിക്കാട്ടുകയും പ്രാർത്ഥിച്ചിട്ടും മരിച്ചുപോയവരെ സൗകര്യപൂർവ്വം മറക്കുകയും ചെയ്യുന്നത് സത്യസന്ധതയല്ല. നഗരത്തെക്കാട്ടി ഭയപ്പെടുത്തി വിശ്വാസം സംരക്ഷിക്കുന്നത് ആ വിശ്വാസത്തിൽ യാതൊരു സത്യവും ഇല്ലാത്തതുകൊണ്ടാണ്. വാദങ്ങളെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ വ്യക്തിഹത്യ നടത്തുന്നത് തോൽവിയുടെ ലക്ഷണവുമാണ്. നാസ്തികർ ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രപഞ്ചമുണ്ടായി എന്ന് വിശ്വസിക്കുന്നവരാണ് എന്ന് തെറ്റായി പ്രചരിപ്പിക്കുന്നതും അതേ തോൽവിയിൽ നിന്നാണ്. തെളിവ് കിട്ടുന്നതുവരെ വിശ്വസിക്കാതിരിക്കുക എന്നതാണ് മനുഷ്യരുടെ സ്വാഭാവികമായ ഡിഫൾട്ട് നിലപാട്. സത്യത്തിൽ എല്ലാ വിശ്വാസികളും നാസ്തികരാണ്. ഒരു വിശ്വാസിയും മറ്റു മതങ്ങളിലെ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നില്ല. അവർ ബാക്കി എല്ലാ ദൈവങ്ങളെയും നിഷേധിക്കുമ്പോൾ യഥാർത്ഥ നാസ്തികൻ ഒരു ദൈവത്തെ കൂടി നിഷേധിക്കുന്നു. അത്രയുള്ളൂ വ്യത്യാസം. ചരിത്രത്തിൻ്റെ ഏടുകൾ മറിച്ചു നോക്കുക. അന്ന് ലോകം ഭരിച്ചിരുന്ന ആയിരക്കണക്കിന് ദൈവങ്ങൾ മൺമറഞ്ഞുപോയി. ഇന്നുള്ള ദൈവങ്ങൾക്കും നാളെ ഇതേ അവസ്ഥ വരും. അവരും വെറും കെട്ടുകഥകളായി മാറും. ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആയുധം. മരണത്തിന് ശേഷം മറ്റൊരു ജീവനില്ല എന്ന തിരിച്ചറിവാണ് ഈ ചെറിയ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ മനുഷ്യൻ തുടങ്ങിയതേയുള്ളൂ. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ദൈവമെന്ന് ഉത്തരം നൽകി ആ അന്വേഷണം അവിടെ അവസാനിപ്പിക്കരുത്. ഈ ലോകത്തെ കൂടുതൽ മനോഹരമാക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം അത് മനുഷ്യൻ തന്നെ ഏറ്റെടുക്കണം.